ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ കാരക്കുടി ചിക്കൻ കുഴമ്പാണ് റെഡിയാക്കാൻ പോണത്. ഈ കറിയുടെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ചിക്കൻ കറിയിൽ ഒരുപാട് മസാലകളും ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യും. ഈ കറിക്ക് ഇൻഗ്രീഡിയൻസും മസാലകളൊക്കെ കുറവാണ്, എന്നാലും ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ. ഈ കറിക്ക് ഫസ്റ്റ് ഒരു മസാല റെഡിയാക്കണം. 3 ചുവന്ന മുളക്, 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഈ കറിക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇത് 2 ഉള്ളൂ എരിവിനായിട്ട്. അതനുസരിച്ച് നിങ്ങൾ മുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തോളൂ. ഈ 3 ഇൻഗ്രീഡിയൻസ് നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം നമുക്ക് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. മസാല പൊടിച്ചെടുത്തു, ഇത് മാറ്റി വെക്കാം. ഇതേ ഉള്ളൂ കേട്ടോ ഈ കറിക്കുള്ള മസാല. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 1 കിലോ ചിക്കൻ്റെ അളവാണ് കേട്ടോ ഈ കാണിക്കണമൊക്കെ. 1/2 ടീസ്പൂൺ കടുക്, 10-15 ചെറിയ ഉള്ളി എടുത്ത് മുറിച്ചതും പകുതി സവാളയും രണ്ടും കൂടി ചേർക്കുന്നുണ്ട്. സവാള കുറച്ച് ചേർത്താൽ മതി കേട്ടോ, മസാലകളൊന്നും അധികം ഇല്ലാത്ത കറിയാണ്. സവാള കൂടി കഴിയുമ്പോൾ കറിക്ക് മധുരം വരും. കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്. ഉള്ളി സവാള നല്ല ബ്രൗൺ കളറാക്കി എടുക്കാം. ഉള്ളി നല്ല ബ്രൗൺ കളറായി. ഇത്രയ്ക്കും ബ്രൗൺ കളർ ആവുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്കിതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് 2 മിനിറ്റ് നമുക്ക് വേവിക്കാം. 2 മിനിറ്റിൻ്റെ ഉള്ളിൽ ചിക്കനിന് വെള്ളം ഇറങ്ങും, അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ചിക്കനിന് കുറേശ്ശെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് 1 തക്കാളി ചേർക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. അടച്ച് വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ വെന്തുണ്ടോ നോക്കാം. വേവാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കൻ വേവാൻ തുടങ്ങുമ്പോൾ വേണം കേട്ടോ ഉപ്പും മസാലയും ചേർക്കാം. നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്ക് 2 പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കന് നല്ലോണം വെന്ത് മസാലയുടെ പച്ചമണം പോയി, എണ്ണയൊക്കെ തെളിഞ്ഞു. എനിക്ക് ഇത്ര ചാറ് മതി. നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്തോളൂ. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. 5 വെളുത്തുള്ളി എടുത്ത് ചതച്ചതാണ്. മിക്സ് ചെയ്ത് കൊടുത്ത് 1 മിനിറ്റിലൊന്ന് താഴെ തിളപ്പിച്ചെടുക്കാം. ആ വെളുത്തുള്ളിയുടെ ആ ടേസ്റ്റ് ചിക്കനിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ കറി ഞാൻ ഷെഫ് പിള്ള സാറിൻ്റെ റീല് കണ്ടിട്ടാട്ടോ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെള്ളയപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ കിടില. മസാല ഇല്ലാന്ന് വെച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ. നല്ല ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു കറിയാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അടച്ച് വെച്ച് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ചേർത്ത് ഒന്ന് തിളപ്പിച്ചു വിട്ടാൽ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന കറിയാണ്. മല്ലിയില ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് കേട്ടോ. വെള്ളയപ്പത്തിനും ചപ്പാത്തിക്കും കിടിലൻ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.